എത്ര കൊല്ലായെന്നറിയാം ലൈവായിട്ട് ഇതുപോലെ ഈ സാധനം കുടിച്ചിട്ട്. ചിലർക്ക് ചിലപ്പോൾ ഇത് ഹൈജീനിക് അല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ രക്ഷയില്ലടേ, മുത്താണ് നിങ്ങൾ, മുത്ത്. തുടങ്ങേ തുടങ്ങടാ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല നമസ്കാരം. എല്ലാവരോടും ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം. ഇതൊരു പഴയ തറവാട് വീട്ടിലാണ് നിൽക്കണേ. അപ്പോൾ നോക്കിയപ്പോൾ റംബൂട്ടാൻ വളരെ റെയറായിട്ടാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നമ്മുടെ അമ്പാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറുക്കൻ്റെ വീട്ടിൻ്റെ തറവാട് വീടാണിത്. കിട്ടി 5-6 കിട്ടി. തറവാട് വീട്ടിൽ നമ്മളെ കാത്ത് ഒരമ്മയുണ്ട്, ഓമനയമ്മ. വരാൻ നേരത്ത് എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ അടുക്കളയിലിട്ട് പോവാം. ഇതാണ് അമ്പാടിയുടെ കുടുംബ വീടിൻ്റെ ബാക്ക് സൈഡ് അടുക്കള. അമ്മ, ഓമനമ്മ അരി. ഇതാണ് ഓമനയമ്മ. ഞാൻ മറ്റേ റംബൂട്ടാൻ 2 മോട്ടിച്ചേ. മക്കൾ പറിച്ചു വന്നു. അയ്യോ, ഞാൻ ഇന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞിരുന്നേ. എല്ലാം ഉണ്ടാക്കി. എവിടെ ഇരിക്കണേ? ഫ്രണ്ടിൽ. ഓ, എല്ലാം ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. അപ്പം ഞാൻ ഇനി തിന്നാൽ മതി. ഫ്രണ്ടിൽ റെഡിയാക്കി വെച്ചൊക്കെയാണ്. ഇനി മര്യാദയ്ക്ക് പോവാം. ബാക്കി അമ്മ മതി. പതുക്ക ഞാൻ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. ഒന്നും മിസ്സാകരുത്. ഇല്ല. അയ്യ, പണ്ടത്തെ തറവാട് വീടില്ലേ, ഫ്രണ്ടിൽ 2 തൂണ്, ഇരിക്കാനുള്ള സ്ഥലം. ഭയങ്കര നൊക്കളാച്ചി അടിക്കണതാണ് മലയാളിക്ക്. ഇത് എത്ര കൊല്ലമായമ്മ? ഇത് ഒരു 50 വർഷമാവും. 50 വർഷമാവും. വരി, 50 വർഷമായി ഈ വീട് കേട്ടോ. ഇന്ന് ഞാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നാൽ മതി. എവിടെ നിന്നോളി. എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണേ. എല്ലാം തുറക്കട്ടാ? ഓഹോ, എൻ്റെ പൊന്നേ, ഒരു വീട്ടിൽ കയറി വന്നാൽ ഇങ്ങനെ ആയിരിക്കണം. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം ഇതാ: പാവയ്ക്ക മെഴുക്കുരട്ടി, പപ്പടം, അച്ചാർ 2 തരം, മാങ്ങയും അതുപോലെ നാരങ്ങയും. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ ഓമനമ്മേരെ ഒരു സ്പെഷ്യൽ ഫേവററ്റ് സാധനം അല്ലേ? അയ്യോ, രക്ഷയില്ല. മത്തി പിന്നെ ഇത് ചെയ്ത് വെച്ചത്, പിന്നെ ഈ അവിയൽ, അതുപോലെ തന്നെ ഏതാ ചിക്കനുണ്ട്, ബീഫുണ്ട്, ചെറിയ മത്തി പൊരിച്ചതുണ്ട്, ബീട്രൂട്ട് തോരൻ, ഓംലെറ്റ്, തൈര്, കിച്ചടി, വെള്ളരിക്ക, കുറുകുറുത്ത സാമ്പാർ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് സാധനം? ഞാൻ പഴകഞ്ഞിയാണ്, പിന്നെ ചോറ്. അപ്പോൾ ചോറാണ് കൊണ്ടിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ജനറേഷൻ പിന്നെ ഇപ്പോൾ അമ്മ വീട്ടിലൊക്കെ വരണം എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ചോറ് നമ്മൾ ഊണ് കൊടുക്കുമ്പോൾ ചട്ടിച്ചോറുണ്ടാകും. വലിയൊരു ചട്ടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചട്ടിച്ചോറുണ്ടാക്കാം. പക്ഷേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള നമ്മളെ ഒരു അസുരമുളകുണ്ട്, ചുവന്ന ചമ്മന്തി. ഇനി വേറൊരു ഹൈലൈറ്റ് ഐറ്റം ഉണ്ട് ഓമനമ്മേനും, മറ്റേ വെള്ള ചമ്മന്തി. മറ്റേ ആ മുളവിന് എന്തെന്ന് പറയും നമ്മളവിടെ? ഉടംകൊല്ലി അസുരം അല്ലേ? ഉടംകൊല്ലി മുളക്. ഇത് കല്ലിലരച്ച ചമ്മന്തിയാണ്. എനിക്കൊരു ആഗ്രഹം, ഓമനമ്മ കല്ലിൽ ആ വെള്ള ചമ്മന്തിയോട് അരച്ച് കഴിഞ്ഞാൽ നമ്മളെ ചട്ടിച്ചോറ് റെഡിയാണ്. ഞാൻ വന്നപ്പോൾ ഒരു ഗൗളിയാത്ര എന്നൊക്കെ പറയണം ചോറ്, അത് താഴേക്ക് ഇല്ലേ, അത് കരിക്കുടിക്കണേ. നോക്കട്ടെ അതിൽ തേങ്ങ ഉണ്ടാകും നോക്കട്ടെ. എങ്കിൽ അതിൽ ഒരു അതും വെള്ളച്ചമ്മന്തി അന്യായ സാധനമാണ്. അത് കല്ലിൽ തന്നെ അരച്ചെടുക്കണം. ഈ കല്ലിൽ പുതിയ ആളുകൾക്ക് മിക്സിയിൽ മാത്രമേ അരയ്ക്കാൻ അറിയാവൂ. ഈ കല്ലിൽ എങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കണമെന്ന് ഒന്ന് നോക്കാം. അയ്യോ, ഒരു കാര്യം കൂടെ അത് വിട്ടു ചേട്ടാ. എന്നിട്ട് നല്ല തൂവെള്ള ചോറും ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ചട്ടിച്ചോറായിട്ട് കഴിക്കാമേ. അപ്പോൾ അതിനു മുമ്പേ ചമ്മന്തി നല്ല രീതിയിൽ കട്ട ഓമനമ്മയുടെ കൈ കൊണ്ട് ഒന്ന് ചമ്മന്തി അരച്ചിട്ട് വരാം. ഇത് എടുത്ത് അയ്യോ കാക്കോണ്ട് പോവല്ലേ ഇവിടെ ഇരുന്നോട്ട്. നോക്കട്ടെ, ഇത് കരി കുടിക്കുന്നതിന് വേണ്ടി ചെയ്ത് ഇവിടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ തേങ്ങ ആണെങ്കിൽ ഇതിൽ ചമ്മന്തി അരച്ച ചിലർ ടേസ്റ്റ് കുറയെന്ന് പറയും. എന്തായിരുന്നാലും പറഞ്ഞാൽ വെട്ടി ഇട്ട് നോക്കാം. എത്ര കൊല്ലായെന്നറിയാം ലൈവായിട്ട് ഇതുപോലെ
ഈ സാധനം കുടിച്ചിട്ട് സത്യം പറഞ്ഞ ഇപ്പോൾ മനസ്സിലായി ഇത് അമ്മ പറഞ്ഞ പോലെ ഇത് കരിക്കാണ്, തേങ്ങയല്ല. അപ്പോൾ ചമ്മന്തിക്ക് ഇത് വേണ്ട. ചമ്മന്തിക്ക് വേണ്ടി തേങ്ങ ആയെന്ന് അറിയാൻ വേണ്ടി കൊത്തി നോക്കിയതാണ്, അല്ലാതെ മനഃപൂർവ്വം കരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ചമ്മന്തിക്ക് വേറെ തേങ്ങ എടുക്കാം. ഇവിടെ മുളക് എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ, മുളക് കൂടെ പറിച്ചുകൊണ്ടോ, മറ്റേ അസുര മുളകേ. പട്ടിയെ ചുമ്മാരി പട്ടി. മുളകും കിട്ടി, തേങ്ങയും കിട്ടി. ഓ തുടങ്ങിയാ കിട്ടി. അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു യാത്ര ഇല്ലേ, അത് കരിക്കല്ലേ, ഞാൻ വെട്ടി കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു തേങ്ങ എടുത്ത്. ഇത് മതിയല്ല? മതി മതി. ഇപ്പോൾ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. പാര വരണതിന് മുമ്പ് വെട്ട് കത്തിയിട്ടാണ് പൊളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെട്ട് കത്തിയിട്ടൊന്ന് തേങ്ങ പൊളിച്ചു നോക്കട്ടെ. പണ്ട് പൊളിച്ചാണ്. ഓ തേങ്ങയൊക്കെ ഇങ്ങനെ പോയിച്ച കാലം മറന്നല്ലേ. ഇവിടെ തേങ്ങ കിട്ടുമല്ലേ? ഇവിടെ തേങ്ങ ഉണ്ട്. എല്ലാവരും തേങ്ങ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. കൊടുക്കാൻ അത്രയും മലയാളി നല്ല ബുദ്ധിയാണ്. കാര്യം എന്താ പറയുക, ഉള്ള തെങ്ങെല്ലാം വെട്ടിയിട്ട് റബ്ബർ വെച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, തമിഴ്നാട്ടുകാരുമാർ നല്ല ബുദ്ധിയുള്ളവർ. അവരെന്ത് ചെയ്തെന്നറിയാമോ, ആ സമയത്ത് നേരെ തെങ്ങ് വെച്ചു. റബ്ബർ മൊത്തം ആയപ്പോൾ ഇവിടെ തേങ്ങയില്ല. അവന്മാരെന്ത് ചെയ്യുന്നറിയാമോ, അവിടെ നിന്ന് തേങ്ങ ഇങ്ങോട്ട് അയച്ചു. ഇപ്പം ഇവിടെ തെങ്ങ് വെച്ചേക്കാണ്. റബ്ബർ മുറിച്ചിട്ട് തെങ്ങ് ഇട്ട് തന്നെ അല്ലേ. നല്ല ഇത് ചിലപ്പോൾ നല്ല തേങ്ങ ഉള്ളതായിരിക്കും. ഉള്ള തേങ്ങകളൂടെ അപ്പം തേങ്ങ തിരിയണത് ഉത്തര കാലം എന്നറിയാം. തേങ്ങയൊക്കെ തിരിയിട്ട് പണ്ട് ഈ കല്യാണം കടക്കുമ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെ സഹായിക്കാൻ പോകും. അപ്പം തിരിയിട്ട് കൈ കംപ്ലീറ്റ് ഈ ചിരവയുടെ നാക്കുകൊണ്ട് മുറിയും അല്ലേ അല്ലേ. ഇപ്പം എല്ലാം കാറ്ററിംഗുകാർ കൊടുത്തോണ്ട് ആ സംവിധാനം ഇഷ്ടമല്ല. ഇവിടെ കുടുംബത്തെ എല്ലാവരും ഓണത്തിനൊക്കെ ഒരുമിച്ച് കൂടും അല്ലേ. ഞങ്ങൾ 10-50 പേരുണ്ട്. എല്ലാ കുടുംബം കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരും, ചല്ലിമുക്കിൽ വരും. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. പക്ഷെ എന്തായിരുന്നാലും ഇന്ന് എനിക്ക് ഇവിടുത്തെ വിഭവസമൃദ്ധമായ ചോറും കറികളുമാണ്. അതിനെ നമ്മൾ ചട്ടിച്ചോറാക്കി മാറ്റുകയാണ്. പുതിയ തലമുറയ്ക്ക് അതാണ് ഇഷ്ടം. തിരികൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കഷ്ണം വരണത് അത് തിരിയുന്ന ആളിന് കൂലിയായിട്ടാണ്. മതിയാവല്ലോ അമ്മ? ഒരു പിടി മതിയാ? മതി. അപ്പോൾ തേങ്ങ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ സാധനവും റെഡിയാണ്. ഇനി ഇത് ഒന്ന് കഴുകി നേരെ ചമ്മന്തി അരയ്ക്കേണ്ട പഴയ അരകല്ലേ അവിടേക്ക് പോകാമേ. അപ്പോൾ അതാ ചെറിയ ഉള്ളി, ഇഞ്ചി, നല്ല എന്താണ് ഒട്ടങ്കല്ലി മുളക്, പിന്നെ തേങ്ങ, ഉപ്പ്, ഇത്രയും സാധനമുണ്ട്. ഇനി വർത്താനമുണ്ട്. ഇനി കാഴ്ചയാണേ. എങ്ങനെയാണ് ഓമനമ്മ നല്ല മനോഹരമായി ചമ്മന്തി ഉണ്ടാക്കുന്നത് കല്ലിലിട്ട്. ഇതാ ഓ ഇവിടെ അടിച്ച് മണം. ഈ ഞെട്ട് ഉൾപ്പെടെയാണല്ലേ ഇറങ്ങുന്നത്. അതാണ് അതിൻ്റെ ഒരു കണ്ട നിരക്ക് നീക്കി തേങ്ങ അതൊതുക്കി അടുത്ത് ചെറിയ ഉള്ളി. ഓ ഇനി എല്ലാം കൂടെ ഇട്ട് ഒരു അരപ്പ് ഉപ്പും കൂടെ അല്ലേ? ഉപ്പും കൂടെ ഇട്ട് അതായത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു കാര്യം മറന്നു, ഈ പുളി, വാളം പുളി അതുകൂടെ ഇട്ടാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇടട്ടമ്മ? ഇട്. ഇതാ ഇതാ
മൊത്തം എടുക്കല്ലേ അമ്മ, അതിൽ കുറച്ച് ഇട്ടേക്കണേ. എവിടെ ടേസ്റ്റ് ഉണ്ടേ? നോക്കട്ടെ. എൻ്റെ അമ്മേ, ഇതേ അരക്കട്ടെ. പണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു സൂത്രമുണ്ട്. 1 മിനിറ്റ്, ഞാൻ അതെപ്പോൾ വരാം. ഒയ്യോ റെഡിയായി. പണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് അമ്മമാർ ഇതിനകത്ത് ഇതിൽ ചമ്മന്തി അരയ്ക്കാൻ നേരത്തെ ഒരു വിദ്യയുണ്ട്. ശകല ചോറ് ഇതിനകത്ത് ഇട്ട് തിന്നും. വേറൊരു സംഭവം അമ്മ പറഞ്ഞല്ല, ഇതിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ചോറ് തിന്നും. ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ചിലർക്ക് ചിലപ്പോൾ ഇത് ഹൈജീനിക് അല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ്. ഇതിനകത്ത് കഴിക്കണത് എടുത്തോണേ. ഇതാ പൊക്ക് ഞാനേ. അതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള രുചി എന്തിനാണെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ഉരുട്ടി എൻ്റെ പൊന്നേ, ഇനി എന്തിനാ അവിടെ ഇരിക്കുന്ന കറികൾ? അമ്മിക്കല്ലിൽ നിന്ന് ഇതുപോലെ വാരി. അയ്യോ ഓമനമ്മ, രക്ഷയില്ലടേ. മുത്താണ് നിങ്ങൾ, മുത്ത്. കഴിവ് റെഡിയാക്കിയിട്ട് വരും. ഞാനേ അതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ അമ്മ എനിക്കിന്നൊരു സത്യം പറഞ്ഞാൽ ചോറാണ് ഉണ്ടാക്കി തന്നത്. ഞാൻ അതിനെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടാത്ത കറികൾ ചട്ടിച്ചോറ്. സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തിന്നുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ചട്ടിച്ചോറ് ഭയങ്കര ഫാഷൻ ആയതുകൊണ്ടാണ് വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിച്ചോറ് നമുക്ക് എങ്ങനെ വേണം സെറ്റ് ചെയ്യാം. വെജിൽ സെറ്റ് ചെയ്യാം, നോൺ വെജിൽ സെറ്റ് ചെയ്യാം, മിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ നമ്മുടെ ട്രഡീഷണൽ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാനത് സെറ്റ് ചെയ്യണേ. ഇതാ വലിയ ചട്ടി എടുത്തു, നല്ല വെള്ള ചോറുണ്ടേ. ഇത് നോക്കിക്കോണം. ഇതാ ഒരു ലെയർ അങ്ങിട്ട്, ഒരു ലെയർ അങ്ങിട്ടു. അടുത്തെല്ലാം നോൺ വെജുകളാണ്. ഇതാ അതിൻ്റെ അടിയിൽ ബീഫ്, ചിക്കന്, ഇത്തിരി ചാറുകൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല ചാള മീൻ കറി. ചാള മീൻ കറി, ചാള പൊരിച്ചത്, ഇനി അടുത്ത് വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഇനി വെജ് ഇട്ട് കൊടുക്കാം. നല്ല പാവയ്ക്ക തോരൻ, അവിയൽ, ഇതാ ബീട്രൂട്ട് തോരൻ, കിച്ചടി,
സെൻറ്ററിൽ ഇത്തിരി സാമ്പാർ കൂടെ ഒഴിച്ചു കൊടുക്കുക. സാമ്പാർ. അമ്മ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമെന്ന്. ഇത് പണ്ട് നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു പാത്രത്തിൽ എല്ലാം കൂടെ ഇട്ട് കഴിക്കില്ലേ അല്ലേ? അതാണ് ഇന്നത്തെ പുതിയ തലമുറ ചട്ടിച്ചോറെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലർ വിചാരിക്കും ഈ ഇറച്ചിയുടെ കൂടെ പിന്നെ അത് മീൻ ഇടുവോ എന്നൊക്കെ വിചാരിക്കും. ഇത് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് അസുഖം കൂടിയത് കൊണ്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് അതിൻ്റെ കൂടെ ഇത് കഴിക്കരുത്, ഇതിൻ്റെ കൂടെ അത് അങ്ങനെ അതിന് ആരോഗ്യപരമായ ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അത് ഇത് തന്നെ തെറ്റെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതൊരു കൂട്ടായ്മയുടെ ഒരു ഭയങ്കര രുചിയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് നിരത്താനുണ്ടോ? അയ്യോ നമ്മുടെ മെയിനായിട്ട് ചമ്മന്തി അരത്തില്ല അല്ലേ? ഇതാ ചമ്മന്തി. ചമ്മന്തി എല്ലാ സൈഡിലും കിട്ടണം. 7-8 ആചാര ബാഹുലയന്മാരിവിടെ കൊതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം കിട്ടത്തക്ക രീതിയിലാണ് ചമ്മന്തി ഇങ്ങനെ വിതറി ഇടണത്. ഇത് നമ്മുടെ ഓമനമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി, വെള്ളച്ചമ്മന്തി. ഉടങ്കല്ലി മുളകുണ്ട്. ഓംലെറ്റൊക്കെ ലാസ്റ്റിലിടാം. മറന്നേ. പപ്പടം, ഇനി ചോറ്, ഇനി ബാലൻസ് വന്ന ചിക്കൻ്റെ പീസ്, ബീഫ്, മത്തിയുടെ കറി, രണ്ട് മത്തി ഫ്രൈ. എല്ലാം ആയില്ല? എല്ലാം ആയി. ചക്കല അവിയൽ, ചമ്മന്തി, വെള്ളച്ചമ്മന്തി, പാവയ്ക്ക മെഴുക്കുരട്ടി, തോരൻ, ഇച്ചിരി കിച്ചടി. അതാണ് ഹൈലൈറ്റ് ഐറ്റം കേട്ടോ. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഓംലെറ്റ് ഇല്ല സാമ്പാർ. അപ്പൊ നമ്മളെ കുടുംബത്തിലെ തറവാട് 80 വർഷമായി. 80 എന്ന് പറഞ്ഞ 80 കൊല്ലമായി. ഇതാ ഇപ്പൊ അസലമുണ്ട്, അഭിഷേകമുണ്ട്, അമ്പാടിയുണ്ട്, അപ്പൂസുണ്ട്, ഓമനമ്മയുണ്ട്. അപ്പോൾ ഓമനമ്മ എനിക്ക് തന്ന ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനത്തിന് ഞാൻ ചട്ടിച്ചോറായിട്ട് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യമേ എനിക്ക് തയ്യാറാക്കി തന്നതിൽ ഓമനമ്മയ്ക്ക് എൻ്റെ വലിയ സന്തോഷവും നന്ദിയും വാക്കാൽ പൂച്ചുണ്ട് സ്നേഹവും എല്ലാം ഉണ്ട്. ഇതെങ്ങനെ ഇരുന്ന് കഴിക്കണമെന്നുള്ളതാണ്. കാര്യം ഇത്രയും 3-4 ലെയറായിട്ടാണ് നമ്മൾ കൊതി വെക്കണം. എന്തിൻ്റെ ഇതെങ്ങനെ കഴിക്കണമെന്നുള്ളതാണ്. ഞാനപ്പോൾ പിന്നെ ഓമനമ്മയുടെ കൈപ്പുണ്യം നമ്മൾ നേരത്തെ കണ്ടാണ്. ചമ്മന്തി അരച്ച സമയത്ത് അതിൽ 2 ചോറിട്ട് തിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി ബാക്കിയുള്ള കറികളൊന്നും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ മത്തി കണ്ടാണല്ലോ, മത്തി എനിക്ക് ഭയങ്കര എല്ലാ മത്തി കരിപ്പുര നിനക്കല്ല, കഴിക്കേണ്ട സൗകര്യത്തിന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാണ്. നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി കഴിക്കേണ്ട സൗകര്യത്തിന് അല്പം ഒന്ന് മാറ്റി വെച്ചാൽ ഇത്രയും പേരുണ്ട്. മത്തി ഒരു രക്ഷയില്ലേ. മത്തി എനിക്ക് ആദ്യം ഇത് തയ്യാറാക്കി തന്ന ഭയങ്കര ഇഷ്ടമാണ്. തയ്യാറാക്കി തന്ന ഓമനമ്മയ്ക്ക് തന്നെ ഞാൻ ആ അമ്മിക്കല്ലിൻ്റെ അവിടെ വെച്ചൊരു ഉരുള കൊടുത്തു. എങ്കിലും ഈ പാവയ്ക്ക മെഴുക്കുരട്ടി, ഈ ബീറ്റ്റൂട്ടും, പിന്നെ അതുപോലെ നോക്കണേ മത്തി മുളകിട്ട കറി. ഞാനത് കഴിക്കണതുകൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാൻ മാത്രം കഴിക്കുക, കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. കാര്യം ഇതിൻ്റെ ടേസ്റ്റ്, കാര്യം അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിച്ചിട്ട് അവന്മാർ അന്യായമായ ഒരു വെട്ട്. ഓ പിന്നെ അച്ചാറ്. അയ്യോ പറഞ്ഞപ്പോ തന്നെ അച്ചാർ ആഫ്രിക്കയിൽ വരെ പോയി. അച്ചാർ ആഫ്രിക്കയിൽ വരെ പോയി. ആരാണ് മോനെ? ചെറുമോന? ഇല്ല, എൻ്റെ അയൽവാസി ആഫ്രിക്കയിലും. അതാണ് ഞാൻ പറഞ്ഞു, ഈ കൈപ്പുണ്യം നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത്. വേറൊന്നും വിചാരിക്കലും ബീഫും ചിക്കനും ഒക്കെ അടിയിൽ കിടപ്പുണ്ട്, പപ്പടം ഉൾപ്പെടെ. പക്ഷേ എത്ര പറഞ്ഞാലും ഓമനമ്മയുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഈ ചെറുമോൻ്റെ എത്ര വയസ്സായി? എനിക്ക് 67 വയസ്സായി. അപ്പോൾ എൻ്റെ അമ്മയേക്കാൾ പ്രായം കുറവാണ്. എൻ്റെ അമ്മയ്ക്ക് 72 വയസ്സായി. എനിക്ക് 10 ചെറുമക്കളും ഉണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്. വലിയ കൊലയാണ് എന്ന് ചിലർ പറയാറുണ്ട്. വലിയ കുടുംബത്തിന്റെ വലിയ കൊല. 4 മക്കളുണ്ട്. ഞാനേ 3 പേര്. അത് 3 പേര്. ഇവന്റെ അമ്മേരെ മൂത്ത ഒന്നുണ്ട്, അത് പാലോട് താമസിക്കുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ വരും. അത് 2 പേരുണ്ട്. ഇത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാമിലി. അപ്പൊ അമ്മ ഞാൻ ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നെയാണ്. അതിനെ ഞാൻ ചട്ടിച്ചോറായിട്ട് രൂപാന്തരപ്പെടുത്തി ഒരു ഉരുള ഞാൻ അമ്മയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അമ്മ വെച്ചതിൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഇല്ല അങ്ങനെ ഇന്നതൊന്നുമില്ല. അപ്പൊ ഇനിയാണ് ആക്രമണം. ഇനിയാണ് എല്ലാ ടേസ്റ്റാണ്. ഇനിയാണ് ചട്ടിച്ചോറ് തിന്നാനുള്ള ആക്രമണം നടത്തണം. തുടങ്ങിക്കോ. തുടങ്ങേ. തുടങ്ങടാ. തുടങ്ങ്. ഇതിൽ എവിടെയാണ് ചിക്കൻ ഇരിക്കുന്നത്, എവിടെയാണ് ബീഫ് ഇരിക്കുന്നത്? എന്റെ പൊന്നച്ച, അങ്ങനെ എടുക്കരുത്. ചുമ്മാ കിട്ടണത് എടുത്ത് തിന്നണം. കിട്ടണത് ബീഫ് കിട്ടിയിടേ. ചിക്കൻ. അയ്യോ മത്തിയുടെ ചിക്കൻ കിട്ടി. കുട്ടികളുടെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് സ്ഥലം കൊടുക്കണം. അമ്മയാണ് ഉണ്ടാക്കിയത് അല്ല, കൂടെ ഇരുന്നുകൊണ്ട്. ഇതാണ് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടെ സംബന്ധി ഒരു രക്ഷമില്ല. എല്ലാവരും കൂടെ കോലായിലിരുന്ന് ഇങ്ങനെ വളഞ്ഞിരുന്ന് തിന്നുമ്പോഴത്തെ ഒരു സുഖം, അതിന് നേരത്തെ കൊടുക്കുക. ഇതുപോലെ കൈപ്പുണ്യമുള്ള ഒരു കളവി കൂടെ ഉണ്ടെങ്കിൽ ഇതാണ് മോനെ സ്വർഗം എന്ന് പറയുന്നത്. ഇതാണ് മോനെ. ഒന്നുകൂടെ കാണുക. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് പറക്കി, ഇങ്ങനെ എടുത്ത് കുഴച്ച് പറക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിന്നണം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം.
ഇനി അടുത്ത് ഇതുപോലെ കൈപ്പുണ്യമുള്ള ഒരാളിൻ്റെ കൂടെ നമുക്ക് കാണാമേ. ചട്ടിച്ചോറ് ഞങ്ങൾ ആക്രമിക്കാൻ പോകുകയാണ്. ഇനിയാണ് എൻ്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നത്.